ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇന്നലെ നടന്ന റയൽ മഡ്രിഡ് വേഴ്സസ് എൽസി മത്സരത്തെ കുറിച്ചാണ്. എൽസിയുടെ ഹോം ഗ്രൗണ്ടിൽ വെച്ച് നടന്ന മത്സരത്തിൽ റയൽ മഡ്രിഡിനെ 2-2 സമനിലയിൽ പൂട്ടി എൽസി. അതിൽ എടുത്തു പറയേണ്ട ഒരു പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാഴ്സയുടെ ഗോൾ കീപ്പറായ ഇനിയാക്കി പിനിയ ലോണിലാണ് അവിടെ കളിക്കുന്നത്. ചങ്ങായിടുന്നത് പെർഫോമൻസ് ആണ്. മാൻ ഓഫ് ദി മാച്ച് തൂക്കിയിട്ടാണ് ഇന്ന് റയൽ മഡ്രിഡിന് പണി കൊടുത്തിരിക്കുന്നത്. 5 സേവുകളാണ്, നിർണായകമായ 5 സേവുകളാണ് നടത്തിയത്. അതൊക്കെ ഉറച്ച ഗോളുകളാണ്. എംബാപ്പയുടെ 2 സേവുകൾ, അത് റോഡ്രിഗോന്റെ, അതേപോലെ അർദ്ധ ഗുലാറിന്റെ, അങ്ങനെ കിട്ടില്ല സേവുകൾ നടത്തിയിട്ട് 2-2 സമനില. ആദ്യമായിട്ട് ലീഡ് ഉയർത്തിയത് എൽസി തന്നെയാണ്. വീണ്ടും റയൽ മഡ്രിഡ് സമനില പിടിക്കുന്നു. അതിനുശേഷം വീണ്ടും 2-1 എൽസി മുന്നിലെത്തുന്നു. അവസാന മിനിറ്റുകളിൽ റയൽ മഡ്രിഡിന്റെ ബെല്ലിംഗ്ഹാമിലൂടെ ഒരു ഗോൾ നേടുകയാണ്. അങ്ങനെ 2-2 സമനിലയിൽ റയൽ മഡ്രിഡിനെ പൂട്ടി എൽസി എന്ന് പറയാം. എന്താ പറഞ്ഞാൽ ബാഴ്സലോണയുടെ 2 താരങ്ങളാണ് അവിടെ ലോണിൽ കളിക്കുന്നത്. മൊത്തത്തിൽ നല്ലൊരു പ്രകടനമായിരുന്നു എൽസിയുടെ ഭാഗത്തുണ്ടായിരുന്നത്. റയലിനെ ശരിക്കും പൂട്ടാന്ന് പറഞ്ഞാൽ അതും ഇനിയാക്കി പിന്നീട് മുന്നിലാണ് റയൽ മഡ്രിഡ് പ്ലേയേഴ്സ് തീർന്നത്. എന്നത് കാരണം എന്ന് പറഞ്ഞാൽ ചങ്ങായി അത്രയും നല്ല സേവുകളാണ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഒരു കൂളറായിട്ടുള്ള ഒരാൾക്ക് റയൽ മഡ്രിഡിനെതിരെ കളിക്കുമ്പോൾ ആളുടെ എത്ര എടുക്കാൻ പറ്റുമോ അത്രത്തോളം എടുക്കുക എന്നുള്ളതിനാണ് ഇന്നത്തെ കളിയിൽ എൽസിയുടെ ഗോൾ കീപ്പറായ ഇനിയാക്കി പിനിയ ചെയ്തിരിക്കുന്നത്. അത് മാൻ ഓഫ് ദി മാച്ചും തൂക്കിയിട്ടാണ് ആൾ ഇന്ന് ഗ്രൗണ്ട് വിട്ടത്. അപ്പോൾ ഇതോട് കൂടിയിട്ട് ബാഴ്സലോണയായിട്ടുള്ള പോയിന്റ് വ്യത്യാസം 1 ചുരുങ്ങിയിരിക്കണം. റയൽ മഡ്രിഡ് ഇന്ന് വിജയിക്കുകയാണെങ്കിൽ 3 പോയിന്റിന്റെ വ്യത്യാസം ഉണ്ടായിരുന്നു. സമനില പിടിച്ചതെന്ന് തന്നെ പറയാം. ശരിക്കും തോറ്റ കളിയായിരുന്നു. ആദ്യം ഒരു ഗോളിന് പുറകിൽ പോകുന്നു, പിന്നെ സമനില നേടുന്നു, പിന്നെ 2-1 പുറകിൽ പോകുന്നു, പിന്നെ അതിനുശേഷം 2-2 സമനിലയാവുന്നു. അതിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല കളിയായിരുന്നു. എന്താ പറഞ്ഞാൽ റയൽ മഡ്രിഡിന് നല്ല ചാൻസ് കിട്ടുന്നുണ്ട്, എൽസിക്ക് നല്ല ചാൻസ് കിട്ടുന്നുണ്ടായിരുന്നു. തുടക്കം തന്നെ നമ്മുടെ എംബാപ്പയുടെ 2 ഗോൾഡൻ ചാൻസുകളാണ് ചങ്ങായി സേവ് ചെയ്തത്. ഉറച്ച ഗോളുകളാ. ഒരു കൗണ്ടറിൽ ഒറ്റയ്ക്ക് എംബാപ്പെ ഇനിയാക്കി പിനിയ ഇങ്ങനെയുള്ള ഒരു ചാൻസിൽ നേരെ അടിച്ച് സേവ് ചെയ്യണം ആ ബോൾ ഇനിയാക്കി പിനിയ. അത് അതേപോലെ തന്നെ ഒരു നേരത്തെ അതിനുശേഷം ഒരു ബോളി വരുന്നുണ്ട്. പിന്നെ ഒന്ന് ബോക്സിൽ തട്ടി വരണം തെറിച്ച് പോകുന്നുണ്ട്. അപ്പൊ ഒരെണ്ണം ഗോൾ പോസ്റ്റിൽ തട്ടി പോകുന്നത്. അതിനുശേഷം കിട്ടുന്ന ആ ഒരു അതും സേവ് ഉണ്ട്. ചങ്ങയുടെ ഇനിയാക്കി പിന്നീട് കൈ തട്ടിട്ടാണ് ബോക്സിൽ തട്ടിട്ടാണ് അത് പുറത്തു പോകുന്നത്. അതൊരു സേവ് തന്നെയാണ്. അതിനുശേഷം കിട്ടിയ കോർണറിലാണ് റയൽ മഡ്രിഡ് ഗോൾ നേടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ കളിയിൽ റയൽ മഡ്രിഡ് കളിച്ചിട്ടില്ല. ബെല്ലിംഗ്ഹാമിന്റെ ഒക്കെ നല്ലൊരു കളിയായിരുന്നു ഒന്ന് കണ്ടോ. ഒരു ഗോളും ഒരു അസിസ്റ്റൊക്കെ നേടിയിട്ടുണ്ട്. അതൊക്കെ അടിപൊളിയായിരുന്നു. എംബാപ്പയും പരമാവധി കളിച്ചിട്ടുണ്ട്. റോഡ്രിഗോ കുറെ കാലമായി റയലിന് വേണ്ടിയിട്ട് 10-20 മത്സരങ്ങളായി തോന്നുന്നു റയലിന് വേണ്ടി ഒരു ഗോൾ സ്കോർ ചെയ്തിട്ട് റോഡ്രിഗോ. അങ്ങനെയാണ് ഞാൻ അറിയുന്നത് എൻ്റെ ഒരു ഇതിൽ വെച്ചിട്ട്. എന്തെങ്കിലും തിരുത്തലുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തട്ടോ. അപ്പോൾ അങ്ങനെയാണ് സംഭവങ്ങൾ. അതേപോലെ വിനീഷ്യസിന്റെ ഇന്ന് അത്ര വലിയ പെർഫോമൻസ് ഒന്നും ആയിരുന്നില്ല. പിന്നെ എന്താന്ന് പറഞ്ഞാൽ കുറച്ച് പരിക്കുകളൊക്കെ റയലിന്റെ ഭാഗത്തുണ്ട്. അതൊക്കെ ശരിയാണ്. എന്നാലും എൽസിയെ പോലൊരു ടീമിന്റെ കൂടെ 2-2 സമനില പിടിച്ചത് റയലിന്റെ, അതും അവസാനം 3 മത്സരങ്ങളിൽ ഒരെണ്ണം പോലും ജയിക്കാൻ പറ്റില്ല. ലിവർപൂളായിട്ട് 1-0 പരാജയം ഏറ്റുവാങ്ങിയപ്പോൾ വലക്കാനായിട്ട് അവരുടെ ഹോം ഗ്രൗണ്ടിൽ പോയിട്ട് അവിടെ 0-0 എന്ന സമനിലയിലായിരുന്നു റയൽ മഡ്രിഡ് പിരിഞ്ഞത്. എസൻസിയോക്ക് ശരിക്കും ഒരു പണിയാണ് ഇപ്പോൾ. കാരണം ബാഴ്സലോണ വലിയ ഒരു ലീഡ് ഉണ്ടായിരുന്നു, പോയിന്റ് വ്യത്യാസം ഉണ്ടായിരുന്നു. അതിപ്പോൾ പോയിന്റ് ചുരുങ്ങി ഇപ്പോൾ 1 പോയിന്റ് വ്യത്യാസത്തിലായി. അവസാന മത്സരം ബാഴ്സലോണ അത്ലറ്റിക്കോ ബിൽബാവിനെ 4-0 പരാജയപ്പെടുത്തോടു കൂടിയിട്ട് അവര് ലീഗിലേക്ക് തിരിച്ചു വരണം. അപ്പോൾ എന്തായാലും ലാ ലീഗിൽ ഒരു കടുത്ത പോരാട്ടം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആർക്ക് പണിയും കിരീടം ചൂടാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ ആരായിരിക്കും ഈ സീസണിൽ കിരീടം ചൂടാം? റയൽ മഡ്രിഡ് ആണോ, അതോ ബാഴ്സലോണ, അതോ വേറെ ഏതെങ്കിലും ക്ലബ്ബാണോ? അതൊന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ റയൽ ഫാൻസും ബാഴ്സ ഫാൻസും ഇവിടെ പോരട്ടെ. കമന്റ് ബോക്സിൽ ആരാണ് അവരുടെ പവർ തെളിയിക്കട്ടെ. ഓക്കെ, ആരാണ് ചാൻസ് കൂടുതൽ വിൻ ചെയ്യാനുള്ളത്? ബാഴ്സയുടെ യുവതാരങ്ങളായ ഹെക്ടർ ഫ്രണ്ടും അതേപോലെ ഇനിയാക്കി പിനിയും ഇന്ന് എൽസിക്ക് വേണ്ടി കളിച്ചിട്ടുണ്ടായിരുന്നു. നല്ല പെർഫോമൻസ് 2 പേരുടെയും ഭാഗത്തുണ്ടായിരുന്നത്. അതേപോലെ തന്നെ ഇന്നത്തെ കളിയിൽ ആ ഫസ്റ്റ് ഗോള് നോക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് എൽസി അടിക്കുന്ന ഗോൾ ആ ബാക്കിൽ നിന്നാണ് പെനാൽറ്റി ബോക്സിനോട് നിന്ന് പാസ് കൊടുക്കുന്നത്. അത് അലക്സാണ്ടറിന്റെ ശരിക്കും ഒരു പിഴവ് തന്നെ പറയാൻ പറ്റും. അതേപോലെ തന്നെ സെക്കൻഡ് ഹാഫിൽ സെക്കൻഡ് ഗോള് നേടിയത് എനിക്ക് തോന്നുന്നു അത് ശരിക്കും എന്തുകൊണ്ട് വാറിന് കൊടുത്തില്ല എന്നൊരു ചോദ്യം തന്നെയാണ്. റയലിനെതിരെ പറയല്ല, ഇത് ഒരു ഫാക്ട്. എന്താന്ന് പറഞ്ഞാൽ എനിക്ക് പിന്നെ തരിമൂക്കിന് കൊടുത്തിട്ടാണ് വിനീഷ്യസ് ആ കാലോട് തരിമൂക്കിന് കിട്ടിയ അവർ രണ്ടുപേരും തമ്മിലുള്ള ഒരു ക്ലോസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് പിന്നെ അവിടെ ഇടിച്ച് വീഴ്ത്തിയിട്ട് ആളെണിച്ച് 2ാമത് വരുന്നുണ്ട്. അപ്പോൾ ഔട്ട്ലൈനിലേക്ക് പോകുന്ന ബോൾ ക്രോസ് ചെയ്തിട്ടാണ് ആ ബെല്ലിംഗ്ഹാം ആ ഗോള് നേടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ഗോള് വാറിന് കൊടുത്തിരുന്നെങ്കിൽ ചിലപ്പോൾ ആ ഫൗളിന് ശേഷമാണ് ആ ഗോൾ പിറക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് എന്തുകൊണ്ട് ഫൗൾ കൊടുത്തില്ല എന്നുള്ളൊരു ചോദ്യമാണ്. അത് നിങ്ങൾക്ക് എതിരഭിപ്രായങ്ങളുണ്ടാവും. അപ്പം അതിനെന്താ കാരണം എന്നുള്ളതൊന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പൊ നമുക്ക് ഇന്നത്തെ പ്രത്യേകിച്ച് ഇനി ലാ ലീഗ് കളി തുടങ്ങിയിട്ടുള്ളൂ, മത്സരങ്ങൾ കടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇവരുടെ ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് പോയിന്റ് ടേബിളിൽ നോക്കിക്കഴിഞ്ഞാൽ ടേബിൾ നോക്കുകയാണെങ്കിൽ 13 മത്സരങ്ങളാണ് കംപ്ലീറ്റ് ആയിട്ട്. ഇനി ഒരുപാട് മത്സരങ്ങളുണ്ട്, പല ടീമുകളും മാറി മറിയാനുണ്ട്.
നമുക്ക് 13 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 10 വിജയവും 2 സമനിലയും 1 തോൽവി അടക്കം 32 പോയിന്റുമായിട്ട് റയൽ മാഡ്രിഡ് ഒന്നാം സ്ഥാനത്ത് തന്നെയാണ്. ഇന്നലെ ഒരു ദിവസമാണ് ബാഴ്സയ്ക്ക് ആ ഒരു പൊസിഷനിൽ ഇരിക്കാൻ കൊടുത്തുള്ളൂ. സമനിലയാണെങ്കിൽ അവർ ആ പൊസിഷൻ വിട്ടുകൊടുത്തില്ല. രണ്ടാം സ്ഥാനത്തുള്ള ബാഴ്സലോണ 13 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 10 വിജയവും 1 ഡ്രോയും 2 തോൽവി അടക്കം 31 പോയിന്റുകൾ ആയിട്ട് രണ്ടാം സ്ഥാനത്തുണ്ട്. മൂന്നാം സ്ഥാനത്തുള്ള വില്യാറിയലാണ്. വില്യാറിന്റെ ഇപ്രാവശ്യത്തെ നല്ല കുതിപ്പിലാണ് അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത്. 13 മത്സരങ്ങളിൽ നിന്ന് 9 വിജയവും 2 സമനിലയും 2 തോൽവി അടക്കം 29 പോയിന്റുമായിട്ട് തൊട്ട് പറകിലുണ്ട്. വലിയ വ്യത്യാസങ്ങളില്ല പോയിന്റായിട്ട്. അതേപോലെ നാലാം സ്ഥാനത്തുള്ള അത്ലറ്റിക്കോ മാഡ്രിഡ് 13 മത്സരങ്ങളിൽ നിന്ന് 8 വിജയവും 4 സമനിലയും 1 തോൽവി അടക്കം 28 പോയിന്റുമായിട്ട്. അപ്പോൾ ലാ ലീഗ് കുറച്ച് കടുത്ത പോരാട്ടത്തിലാണെന്ന് പറയാം. നമുക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ സ്കോർ ചെയ്തിരിക്കുന്ന ആരാന്ന് നോക്കി കഴിഞ്ഞാൽ ബാഴ്സലോണ 36 ഗോൾ സ്കോർ ചെയ്തപ്പോൾ 15 വഴങ്ങിയിട്ടുണ്ട്. റയൽ മാഡ്രിഡ് ആണെങ്കിൽ 28 ഗോൾ സ്കോർ ചെയ്തപ്പോൾ 12 വഴങ്ങിയിട്ടുള്ളത്. അതേപോലെ വില്യാറിലാണെങ്കിൽ 26 ഗോൾ സ്കോർ ചെയ്തപ്പോൾ 11 ഗോളുകൾ വഴങ്ങിയിട്ടുണ്ട്. അത്ലറ്റിക്കോ മാഡ്രിഡ് ആണെങ്കിൽ 25 ഗോൾ സ്കോർ ചെയ്തപ്പോൾ 11 ഗോളുകൾ വഴങ്ങിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ചിട്ട് ബാഴ്സലോണയാണ്. ഏറ്റവും കുറവ് ഗോൾ വഴങ്ങിയിട്ടുള്ളത് അത്ലറ്റിക്കോ മാഡ്രിഡും അതേപോലെ വില്യാറിലാണ്. അതേപോലെ തന്നെ ഇപ്പോ ലാ ലീഗ് ഒരു 13 റൗണ്ട് മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ ഗോൾ സ്കോർ ചെയ്തിരിക്കുന്ന ആരെന്ന് നോക്കിയാൽ അതാരുമല്ല, റയൽ മാഡ്രിഡിന്റെ എംബാപ്പയാണ്. 13 ഗോളുകളാണ്, 3 പെനാൽറ്റിയിൽ നിന്നാണ് നേടിയിരിക്കുന്നത്. രണ്ടാം സ്ഥാനത്തുള്ള റോബർട്ട് ലെവൻഡോസ്കി ആണ്. ആള് ബാഴ്സലോണയുടെ 8 ഗോളുകൾ നേടിയിട്ടുണ്ട്, 1 പെനാൽറ്റി ഉൾപ്പെടെ. ആള് ഒരുപാട് കളികൾ കളിക്കാതെയാണ് 8 ഗോൾ നേടി. മൂന്നാം സ്ഥാനത്ത് ഫെറാൻ ടോറസ് ഉണ്ട്, ബാഴ്സലോണയുടെ ഷാർക്ക്, 7 ഗോളുകൾ 0 പെനാൽറ്റിയിലൂടെ. അതേപോലെ തന്നെ 4ാം സ്ഥാനത്ത് ആൽവാരസ്, അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ ആൽവാരസ് 7 ഗോളുകൾ നേടിയിട്ട് അത് 2 പെനാൽറ്റി അടക്കം ഉൾപ്പെടെ. നമുക്ക് അസിസ്റ്റുകളിലേക്ക് പോവുകയാണെങ്കിൽ അസിസ്റ്റുകൾ നെട്ടിച്ചു തന്നെ പെട്ടെന്ന് ഞാൻ ശ്രദ്ധിക്കാതെ പോയി പെട്ടെന്ന് നെട്ടിപ്പോയ ഒരു കാര്യമാണ്. എന്താന്ന് പറഞ്ഞാൽ റാഷ്ഫോർഡാണ് ബാഴ്സലോണയ്ക്ക് വേണ്ടി 7 അസിസ്റ്റുകൾ നേടിയിട്ടില്ല ഈ സീസണിൽ ലാ ലീഗിൽ മാത്രം 7 അസിസ്റ്റുകൾ നേടിയിട്ടുണ്ട്. അതേപോലെ തന്നെ 2ാം സ്ഥാനത്തുള്ള ലൂയിസ് മില്ല ആണ്, അത് ഗെത്താഫയുടെ പ്ലെയർ ആണ്. 3ാം സ്ഥാനത്തുള്ള ലെമിൽ ഹമാലാണ്, 6 ഇത് നടത്തിയിട്ടുണ്ട്. അതേപോലെ 6 അസിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ 4ാം സ്ഥാനത്തുള്ള അർദഗുലാർ, തുർക്കിയുടെ അർദഗുലാർ ആണ് റയൽ മാഡ്രിഡിന് വേണ്ടിയിട്ട് 5 അസിസ്റ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ അസിസ്റ്റും കാര്യങ്ങളൊക്കെ ഗോളും ഒക്കെ ലാ ലീഗിലുള്ളത്. അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ ഇനി ഒരുപാട് മത്സരങ്ങളുണ്ട്. ലീഗ് അവസാനിക്കണമെങ്കിൽ 38 മത്സരങ്ങൾ കഴിയണം. അപ്പോൾ ഇനിയും 13 മത്സരങ്ങളായിട്ടുള്ളൂ. അപ്പോൾ ഇപ്പൊ തന്നെ ആർക്കും വീരവാദങ്ങളും മുഴക്കാൻ പറ്റില്ല. ഇപ്പോൾ ലീഡ് ചെയ്യുന്നു എന്ന് പറയാം, അതിങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. എന്താ പറയുക, കടുത്ത പോരാട്ടങ്ങളാണ്. ചെറിയ ചെറിയ പോയിന്റ് വ്യത്യാസത്തിലാണ് ഓരോ ടീമുകളും നിൽക്കുന്നത്. സ്റ്റാർട്ടിങ്ങിലുള്ള 5 ടീമുകളും ചെറിയ ചെറിയ വ്യത്യാസത്തിലാണ് നിൽക്കുന്നത്. നമുക്ക് റയലിന്റെയും എൽസിയുടെയും സ്റ്റാറ്റസിലേക്ക് ഒന്ന് കടന്നു കഴിഞ്ഞാൽ എൽസി 16 ഷോട്ടുകളാണ് എടുത്തുള്ളത്. അതിൽ 8 എണ്ണം ഓൺ ടാർഗറ്റിലേക്കാണ്. അതേപോലെ തന്നെ റയൽ മാഡ്രിഡ് 19 ഷോട്ടുകൾ എടുത്തപ്പോൾ അതിൽ 8 എണ്ണം ഓൺ ടാർഗറ്റിലേക്കാണ്. 2 ടീമുകൾ 8-8 അപ്പോൾ 2 ഗോൾ കീപ്പർമാരുടെയും അതേപോലെ തന്നെ ഈ ഇപ്പോൾ നമ്മുടെ ഇനിയാക്കി പിന്നയുടെ സേവ് പോലെ തന്നെ നമ്മുടെ റയലിന്റെ ഗോൾ കീപ്പറായ കോർട്ടോയുടെ സേവുകളും അതിഗംഭീരമായിരുന്നു. കുറെ ഉഗ്രൻ ചാൻസുകളൊക്കെ എൽസിയുടെ ഗോൾ സ്കോർ ചെയ്യേണ്ട ചാൻസുകളൊക്കെ ഈ ചങ്ങായി തടുത്തിട്ടുണ്ട്. അപ്പോൾ പൊസിഷൻ നോക്കിക്കഴിഞ്ഞാൽ റയൽ മാഡ്രിഡ് 52 ഉണ്ടപ്പോൾ എൽസി 48% പൊസിഷനാണ്. 391 പാസുകൾ എൽസി കംപ്ലീറ്റ് ചെയ്തപ്പോൾ 382 പാസുകൾ റയൽ മാഡ്രിഡ്. 93% പാസിംഗ് അക്യുറസിയുള്ള എൽസിക്ക്, റയൽ മാഡ്രിഡ് 92% മാത്രമേ പാസിംഗ് അക്യുറസിയുള്ളൂ. 10 ഫൗളുകൾ എൽസി കമ്മിറ്റ് ചെയ്തപ്പോൾ 8 ഫൗളുകളാണ് നമ്മുടെ റയൽ മാഡ്രിഡ് കമ്മിറ്റ് ചെയ്തിരിക്കുന്നത്. 3 യെല്ലോ കാർഡ് എൽസിക്ക് കിട്ടിയപ്പോൾ 1 യെല്ലോ കാർഡ് മാത്രമാണ് അവിടെ റയൽ മാഡ്രിഡ് കിട്ടിയിട്ടുള്ളത്. 1 റെഡ് കാർഡ് എൽസിക്ക് ഉണ്ടാവുന്നത് അവസാന സമയത്ത് എംബാപ്പയുടെ ആ ഒരു സ്കോർ ചെയ്യാൻ വേണ്ടി പെനാൽറ്റി ബോക്സിന് പുറത്ത് വെച്ചിട്ട് വലിച്ചിട്ടാണ്. അത് തീർച്ചയായിട്ടും അത് ആൾക്കറിയാം, അതിന് രണ്ടാമത്തെ എല്ലാം കിട്ടിയ റെഡ് കാർഡ് ആവുന്നു. പക്ഷെ ആ ഒരു ബോൾ സ്റ്റോപ്പ് ചെയ്തതിന് ചിലപ്പോൾ അതൊരു ഗോൾ ആവാനുള്ള ചാൻസ് ഉണ്ട് തീർച്ചയായിട്ടും. ഓഫ് സൈഡ് നോക്കുകയാണെങ്കിൽ 1 റയൽ മാഡ്രിഡ് 2 ആണ്. കോർണേഴ്സ് വിൻ ചെയ്തത് മാത്രമാണ് ഈ കളിയിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത്. റയൽ മാഡ്രിഡ് 8 കോർണേഴ്സ് വിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൽസി ആണെങ്കിൽ 2 കോർണേഴ്സ് മാത്രമേ വിൻ ചെയ്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം നോക്കുമ്പോൾ നല്ലൊരു ഫൈറ്റാണ്. എന്താ പറയുക, 16 ഷോട്ടുകളും അവിടെ 19 ഷോട്ടുകളും. ഇവിടെ 8 ഓൺ ടാർഗറ്റ്, അവിടെ 8 ഓൺ ടാർഗറ്റ്. അതേപോലെ തന്നെ പാസിംഗ് അക്യുറസിയും അതേപോലെ പൊസിഷനും എല്ലാ കാര്യങ്ങളും നോക്കിക്കഴിഞ്ഞാൽ, പാസുകൾ കൊടുത്തത് എല്ലാം നോക്കിക്കഴിഞ്ഞാലും സമാസമാണ്. ചിലതിൽ എൽസി മുന്നിൽ നിൽക്കുന്നുണ്ട്, ചിലതിൽ റയൽ മാഡ്രിഡ് മുന്നിൽ നിൽക്കുന്നുണ്ട്. റയൽ മാഡ്രിഡിന് ഒത്ത ഒരു എതിരാളിയെ പോലെയാണ് എൽസി ഇന്ന് കളിച്ചിരിക്കുന്നത്. ശരിക്കും അവരുടെ ഹോം ഗ്രൗണ്ടിൽ അവർക്ക് ആ വിജയം വേണമെന്നുള്ള, അല്ലെങ്കിൽ ഒരു സമനില, റയൽ മാഡ്രിഡിന്റെ കൂടെ ഒരു സമനിലയും വേണമെന്നുള്ളതാണ് അവരുടെ. മറ്റൊരു കാര്യം കൂടി എടുത്തു പറയണം, 1ാം സ്ഥാനത്തുള്ള റയൽ മാഡ്രിഡും 11ാം സ്ഥാനത്തുള്ള എൽസിയും തമ്മിലായിരുന്നു മത്സരം. അവർ 11ാം സ്ഥാനത്ത് ഇപ്പോൾ എൽസിക്ക് നോക്കുകയാണെങ്കിൽ 13 മത്സരങ്ങളിൽ നിന്ന് 3 വിജയവും 7 സമനിലയും 3 തോൽവിയും. ഒരു സമനിലയെ പ്രേമിച്ചവരാകുന്നുണ്ട്. ഏറ്റവും കൂടുതൽ സമനില സെൽട്ടാ വീഗോയും അതേപോലെ എൽസിയാണ് ഏറ്റവും കൂടുതൽ സമനില നേടിയിട്ട്. അവർ ഒരേ പോയിന്റ്, 16 പോയിന്റ്. അവരുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ എൽസിയും സെൽട്ടാ വീഗോ നോക്കിക്കഴിഞ്ഞാൽ 13 മത്സരങ്ങളിൽ നിന്ന് 3 വിജയവും 7 സമനിലയും 3 തോൽവിയും. 15 ഗോളുകൾ അടിച്ചപ്പോൾ 16 ഗോളുകൾ വഴങ്ങി. അവിടെ 16 ഗോളുകൾ അടിച്ചപ്പോൾ 18 ഗോളുകൾ വഴങ്ങി. അങ്ങനെ ചെറിയ വ്യത്യാസം. ബാക്കി എല്ലാ പോയിന്റും എല്ലാം നോക്കുമ്പോൾ ഒരേപോലെയാണ് ഈ 2 ടീമുകളും, സെൽട്ടാ വീഗോയും എൽസി. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കളിയെ കുറിച്ച് പറയാനുള്ളത്.
അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.